ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച വീട്ടിലത്തെ വിശേഷങ്ങളുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ മുതൽ ഒരു 4 മണി വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ നല്ല പണിയാണ് കേട്ടോ. ഒന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഉമ്മറത്തായിരുന്നു കോഴിക്കോട്. അപ്പോൾ ഉമ്മറത്തുനിന്ന് ഒന്ന് ബാക്കിക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയിട്ടോ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിനൊരു സമയമായി തോന്നുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഏട്ടാ അതിൻ്റെ ഓടൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കാണ് ഏട്ടനും കണ്ണനും കൂടി ഒന്ന് അങ്ങാടിക്ക് പോയതാണ്. അപ്പോൾ നന്ദോട്ടിന് ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നമുക്ക് സെറ്റാക്കാം, അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു പോയത്. ഇനിയിപ്പോൾ ഒരു പോയി വരട്ടെ ബാക്കിയൊക്കെ എടുക്കാൻ. അപ്പോൾ ഇന്ന് ഉപ്പുമാവാണ് കേട്ടോ. റവ ഉപ്പുമാവായിരുന്നു, പപ്പടവും. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് നേരം വൈകിട്ടാണ് നെയ്ച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ സ്കൂളൊന്നുമില്ല, വെട്ടുകൊണ്ടിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം വൈകിട്ടോ. അപ്പോൾ ചോറൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് ചെറുപയർ മുളപ്പിച്ചത് കുറച്ച് ദിവസമായി അങ്ങനെ ഒരു പൂതിട്ടോ. അപ്പോൾ ഇന്നലെ മുളപ്പിച്ച് വെച്ചാണ്. അപ്പോൾ ഇന്നലെ വെക്കാൻ കൂടിയില്ല. അപ്പോൾ ഇന്ന് അതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് അത് അടുപ്പത്താണ് വെച്ചത്. കുക്കറിലൊന്നും വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഒക്കെ അടുപ്പത്ത് വെക്കാൻ വെച്ചിട്ട്. പിന്നെ കായും നുറുക്കി വെച്ചിട്ടുണ്ട്. പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബീട്രൂട്ട് കൊണ്ട് ഒരു ഉപ്പേരി വെക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അനുട്ടിക്ക് ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട്. അവളോട് ആകെ അടിച്ചു വാരിടാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ തുടക്കലെന്തെങ്കിലും എപ്പോഴാണ് നടക്കാമെന്ന് അറിയില്ല. അപ്പോൾ തുണികളൊക്കെ അലക്കാനുള്ളതൊക്കെ മെഷീൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചായയുടെയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഉപ്പുമാവ് ഞാൻ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടവർക്ക് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ആ പാത്രം ഒഴിവാക്കി വെക്കാൻ വിചാരിച്ചിട്ട് എന്നപ്പോൾ അത് കഴുകി വെക്കാമല്ലോ. അപ്പോൾ അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആ കായും പരിപ്പും കൂടി കറി വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഏട്ടനൊക്കെ അച്ഛനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പച്ചമുളകൊക്കെ കീറിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മീനൊന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ മീൻ വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് ഏട്ടൻ വിളിച്ച് പറഞ്ഞത് മീൻ കൊണ്ടുവരുന്നുണ്ട്, പച്ചമീൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാനത് നന്നാക്കിയിട്ട് വേഗം അത് അട്ടിപ്പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അപ്പം എന്നാൽ ഫ്രീസർക്ക് തന്നെ വെച്ചു. ഇന്നിപ്പോൾ നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മീൻ കൊണ്ടുവരുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി നാളികേരം എടുത്തിട്ടോ ഫ്രിഡ്ജ് തുറന്നപ്പോൾ. ഇനിയിപ്പോൾ കറിക്ക് അരയ്ക്കണം, ഉപ്പേരിക്കും വേണം. അപ്പോൾ ഞായറാഴ്ച ദിവസം എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. നേരം വൈകിയൊരു എണീക്കലും പിന്നെ അന്നത്തെ ഒരു തിക്കും തിരക്കും ബഹളവും പറയേണ്ടി വരില്ല അല്ലേ. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, നമ്മളെ വീട്ടിൽ മാത്രമായിട്ടല്ല. ഞായറാഴ്ച മക്കൾക്ക് സ്കൂളിലല്ലോ വിചാരിച്ചിട്ട് കുറച്ച് സമയം കൊണ്ട് കിടക്കൂട്ടോ. പിന്നെ ആകെ ധൃതിയാണ് പറഞ്ഞില്ലേ. ഇല്ലെങ്കിൽ വല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും. ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ടൊന്നുമില്ല, കിളിമീനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വറക്കണം. അപ്പോൾ ഇതാ ഒരു വന്നപ്പോൾ കുറച്ച് ചെടികളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അനുട്ടിയോട് വന്നപ്പോൾ പറഞ്ഞത് കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ടോ ഏട്ടനോട് പറയണേ ഇങ്ങനത്തെ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കടലാസ് ചെടി എന്ന് പറയും കേട്ടോ. ഇനിയിപ്പോൾ വേറെ നാട്ടിൽ എന്തൊക്കെ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് ഓടിപ്പോയി കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ കുഴിച്ചിടാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ സത്യത്തിൽ തോന്നുക കുറച്ച് നേരത്തെ എഴുന്നേറ്റാൽ മതിയായിരുന്നു. ഇന്നിപ്പോൾ ഓരോപ്പോൾ എല്ലാത്തിനും കൂടാലോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അടുക്കളയത്തെ നോക്കണം, പുറത്തത്തെ നോക്കണം. പുറത്ത് ഓരെന്താ ചെയ്യുന്നതെന്നുള്ള ആ ഒരു ആകാംക്ഷയാണ് കേട്ടോ. അപ്പോൾ കറി ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടീൻ്റെ കുറവ് തോന്നി, കുറച്ചുകൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് നാളികേരം അരക്കുകയാണ്. നാളികേരത്തിൽ ചെറിയുള്ളിയും ജീരകമാണ് ഇട്ടിട്ടുള്ളത്. കറീൻ്റെ വീഡിയോ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അതിന് മുന്നേ എനിക്ക് തോന്നണേ ഏതോ ഒരു വീഡിയോയിൽ കായും പരിപ്പൊക്കെ കറി വയ്ക്കണ കാണിച്ചിട്ടുണ്ടെന്ന്. അതിൽ തക്കാളിയും കൂടി ഇടുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇട്ടിട്ടില്ല. അപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പർ കിളിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ ഇതാണ് വന്നിട്ടുണ്ട്, മുളപ്പിച്ച ചെറുപയറാട്ടോ. ഇതിങ്ങനെ ഒരു ടേസ്റ്റാണ്. ഇനി പുള്ളിയിട്ട് വറക്കണം. അതുപോലെ ബീട്രൂട്ട് ഞാൻ ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും കീറിയിട്ടിട്ടുണ്ടാക്കി. അപ്പോൾ അതാ കറിയൊക്കെ നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് അരപ്പൊഴിക്കണം. അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് 2 നേരത്തിനും കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ചൂടായിട്ടാണ് തോന്നുന്നത്. ചോറും കറിയൊക്കെ വേഗം കേട് വരുന്നുണ്ട് കേട്ടോ. നല്ല ചൂടല്ലേ, അതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പം ഞാനിപ്പോൾ കറികളൊക്കെ ചൂടറിയാൽ വേഗം ഫ്രിഡ്ജിക്ക് വെക്കും കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് കേട് വരികയാണ് മിക്ക ദിവസങ്ങളിലും. മഴക്കാലമാണെങ്കിൽ അങ്ങനെ കേട് വരില്ല അല്ലേ. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ചോറും തന്നെ പെട്ടെന്ന് കേട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ റൈസ് കുക്കറിൽ വെക്കൊണ്ട് വലിയ കുഴപ്പമായിട്ട് തോന്നണില്ല. പുറത്ത് വയ്ക്കുന്ന ചോറൊക്കെ എനിക്ക് കേട് വരുന്നുണ്ട്. അപ്പോൾ അമ്മയൊക്കെ ഇവിടെ പറയുക നല്ല ചൂടായിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വൈകുന്നേരം ഇനി തൊട്ട് കഞ്ഞി ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചൂട് സമയത്ത് ഇവിടെയൊക്കെ കഞ്ഞിയാണ് കുടിക്കൽ. അപ്പോൾ ഞാൻ അരപ്പൊക്കെ പറഞ്ഞിട്ട് തിളയ്ക്കുമ്പോഴേക്കും വേഗം ഉള്ളി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അത് വാങ്ങി വയ്ക്കുമ്പോൾ വേറൊന്ന് വെക്കാമല്ലോ വിചാരിച്ചിട്ട് ഇന്ന് അടുപ്പത്ത് തന്നെ എല്ലാതും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആ ചെറുപയറൊന്ന് വറുത്തിടാമല്ലോ.
അപ്പോൾ ഒന്ന് കഴിയുമ്പോഴത്തേനും ഒന്ന് വേഗം വേഗം ചെയ്തിട്ടുണ്ടെങ്കിൽ പണിയൊക്കെ വേഗം ഒരുങ്ങും. എന്നാലും മക്കളുള്ളത് കൊണ്ട് ഒന്നെടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഓല് വിളിക്കും, അല്ലെങ്കിൽ ഓൽക്ക് വേറെ എന്തെങ്കിലും വേണ്ടി വരും. വെള്ളം കലക്കലും കുടിക്കലും വീണ്ടും രണ്ടാം ചായ കുടിക്കലും ആകെ തിരക്കാണ് കേട്ടോ. അപ്പം ഞാൻ ചെറുപയറാണ്ട് ഒഴിച്ചിട്ടോ, ആ ചീഞ്ചട്ടിയിൽ തന്നെ എല്ലാ പരിപാടിയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ പാത്രം എടുത്ത് നിരത്തണ്ടല്ലോ എന്നാൽ. അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ട് ചെറിയുള്ളി അരിയാൻ നിന്നപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്യിച്ചത് കേട്ടോ, കറി തിളച്ചിരുന്നില്ല. അപ്പോൾ കറിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലാണ് ചടപടയെന്നുള്ള കാര്യപരിപാടികൾ കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ ആദ്യം കുറച്ച് റേഷൻ കടയിൽ തരി വെച്ചിട്ടുണ്ട്, പിന്നെ റൈസ് കുക്കറിലുണ്ട് കേട്ടോ, വെന്തിട്ടില്ല. അപ്പോൾ ചീഞ്ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ കുറച്ച് നേരം വൈകിട്ടല്ലേ നീച്ചിട്ടുള്ളത്, അപ്പോൾ തന്നെ വേഗം കുളിച്ചു കേട്ടോ. കുളി കഴിഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് വന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു, പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കയ്യാനായിരുന്നു കേട്ടോ. ഇപ്പോൾ വെയിലായതുകൊണ്ട് കരിവേപ്പിൻ്റെ ഒന്നും ഇല്ല കേട്ടോ, വാങ്ങിക്കലാണേ. അപ്പം ഞാൻ ചോറൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു, ചോറ് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. വേവുള്ള അരിയാണ്, അപ്പോൾ ഒന്നും കൂടി ആവാണ്ട് കേട്ടോ, ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വാർത്തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അത് കറിക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അതേ ചീനച്ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് വീണ്ടും അടുത്തത് ചെയ്യണേ. അപ്പോൾ ഈ ഒരു തീയിൻ്റെ ആ ഒരു ചൂടുകൊണ്ട് വയറ് നല്ല ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയലുണ്ട് അവിടെ എന്തെങ്കിലും വെച്ചാൽ മതി, വയറിൻ്റെ അവിടേക്ക് വരൂലല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനിങ്ങനെ ഓരോന്ന് തരികയാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ അടപ്പെട്ടി വെക്കാന്നുള്ളത്. അപ്പോൾ അടപ്പ് ചട്ടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തുട്ടോ. അപ്പോൾ ഇതിങ്ങി ചെറുപയർ വറുത്തെടുക്കുകയാണേ. അപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ചെറുപയർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ വേഗം ഒഴിച്ച് വെച്ചു. അപ്പോൾ നമ്മൾ അടുപ്പ് സൂപ്പറാണ് കേട്ടോ. അടുപ്പ് ഇങ്ങോട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഗ്യാസുമ്മയ്ക്ക് ഒന്നും കൊണ്ടുപോകാൻ തോന്നൂല കേട്ടോ. പിന്നെ നേരമില്ലാത്ത നേരത്ത് നമുക്ക് 2 അടുപ്പ് 3 അടുപ്പൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ എല്ലായിടത്തും ഓടി ഇങ്ങനെ നടക്കും കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ ആർക്കും പോവാനൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഈ അടുപ്പത്ത് വെക്കുന്നത് തന്നെയാണ് നല്ല ഇഷ്ടം. ഇതിന് നമ്മൾ ഒന്ന് കഴിയുമ്പോഴത്തേനും ഒന്നിങ്ങനെ ചെയ്ത് വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. പണിയും വേഗം ഒരുങ്ങും. അപ്പോൾ വീണ്ടും ഞാൻ ആ ചീനച്ചട്ടി ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇപ്പോൾ ഉപ്പേരി അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ അരി വാർത്ത് വയ്ക്കാൻ വേണ്ടി സ്ഥലം ഉണ്ടാക്കിയതാണ്, എല്ലാം ഇതൊന്ന് കൊണ്ടുവച്ചു. അപ്പോൾ ചോറ് ഏകദേശം ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കടുക് കൂട്ടുമ്പോഴേക്കും എല്ലാം ഇതൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കരിവേപ്പില ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ സവാളയൊന്നും ചേർത്തിട്ടില്ലേ, ചില ദിവസം അങ്ങനെ വെക്കുക. ഇന്നിപ്പോൾ കുറച്ച് തോന കുരുമുളക് കൂടി ചേർത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ബീട്രൂട്ട് വെച്ചാൽ അതിന് ചെറിയൊരു മധുരപ്പല്ല, നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വെച്ചാൽ. അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ മധുരക്കിലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൽ ഉപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൽ കുറച്ച് വെള്ളം കുറവാണ്, അപ്പോൾ തോനെ വെള്ളം ഒഴിച്ചിട്ട് വാർത്ത് വയ്ക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ നമ്മളെ കലത്തിലെ വെള്ളം എപ്പോഴും തിളച്ചിങ്ങനെ കിടക്കല്ലേ, അപ്പോൾ അത് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കും, വീണ്ടും ആവശ്യത്തിനായിരിക്കും ഇങ്ങനെ പാരും, അങ്ങനെയാണ് ചെയ്യലേ. ഈ ചോറ് ഊറ്റുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. റേഷൻ കടയിൽ അരിയാണെങ്കിൽ ഊറ്റുന്നതാണ് ഇഷ്ടം. നേരെ മറിച്ച് നമ്മൾ വേവുള്ളതാണെങ്കിൽ ഇതേപോലെ വാർത്തിങ്ങനെ വെച്ചാൽ വേഗം ഒരു പണിയൊരുക്കാണ്ട് കേട്ടോ. നല്ലോണം വെള്ളവും പോയി കിട്ടും, മറ്റത് കുറേ സമയം ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇത് വേഗം അങ്ങോട്ട് വാർത്ത് വെച്ചിട്ട് നമുക്ക് വേറെ എന്ത് പണിയെടുക്കാമല്ലോ. പിന്നെ ഇപ്പോൾ ഈ ഒരു അടുപ്പാവുകൊണ്ട് നമുക്ക് ആ കലം മാറ്റണം എന്നുള്ള ആ ഒരു ഇതും ഇല്ല കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ആ കരിയുള്ള അടുപ്പാവുമ്പോൾ എല്ലാ ഭാഗത്തും കരിയാവണ അടുപ്പാവുമ്പോൾ ചോറ് ഊറ്റി വെക്കലായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ വാർത്ത് വെച്ചാലും അത് വേറെ ചെമ്പട്ടിക്ക് വേഗം ഒഴിക്കും കേട്ടോ. ഇപ്പോൾ പിന്നെ അങ്ങനെയും ചെയ്യലില്ല, അതിൻ്റെ ആ അടിയിൽ മാത്രം കുറച്ച് കരിയല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ പിന്നെ അതങ്ങനെ ചെയ്യലില്ല. അപ്പോൾ ഏകദേശം കുറച്ച് പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ നന്നാക്കാൻ ഇറങ്ങണം, അപ്പോഴേക്കും ഉപ്പേരി വേവണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങൾ നിരന്നിട്ടുണ്ട്, അതുകൊണ്ട് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തുണി തിരുമ്പാൻ കുറച്ച് അന്നൂട്ടി ഇവിടെ കൊടുന്ന് വെച്ചിരുന്നു, ബാക്കി ഞാൻ കുളിമുറിയിലുള്ളതൊക്കെ എടുത്തുവിടുന്നതാണ്. അപ്പോൾ എന്തായാലും തിരുമ്പേണ്ട ദിവസമാണ്. അപ്പോൾ ഇനി കല്ലിൽ തിരുമ്പാനുള്ളതും അതുപോലെ മെഷീനിൽ തിരുമ്പാനുള്ളതൊക്കെ വേർതിരിക്കണേ. അപ്പോൾ ദാനൂട്ടി ഇന്ന് കുളിക്കാൻ അമ്മ എണ്ണ തേച്ച് തരുമെന്ന് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഒരു പൂതിയല്ലേ, മിക്കവാറും ദിവസങ്ങളിൽ ഓളൊറ്റയ്ക്ക് തന്നെയാണ് തേക്കൽ, എന്തെങ്കിലും ഉള്ളൂ ഞാൻ നന്നായി തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത് വെളിച്ചെണ്ണ തേക്കുന്നതിനോട് വലിയ ഇഷ്ടമല്ല കേട്ടോക്ക്. തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം എണ്ണയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര യുദ്ധമാവും.
അപ്പോൾ ഞാൻ അതിക്ക് കുറച്ച് സോപ്പും പൊടി ഇട്ട് കൊടുത്തു, ഇതിക്കും കുറച്ച് സോപ്പും പൊടിയോടെ ഇട്ട് വെച്ചിട്ടോ. ഇനി എപ്പോഴതൊന്നും അലക്കാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഉമ്മറത്തേക്കൊന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. ഒരു സമാധാനമുള്ള അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഇവരെന്താ വരെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ തന്നെ ഇതാ രണ്ടാളതൊക്കെ ആദ്യത്തെ പോപ്പിയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ഇതിൽ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ പോപ്പി നല്ല ഇഷ്ടമായിരുന്നു, പക്ഷേ പോപ്പി ഇപ്പോൾ പെട്ടെന്ന് പൂവ് നിന്നു കേട്ടോ. അതിനൊരു പുഴുക്കേട് വന്നതാണ്. അപ്പോൾ നന്ദുട്ടി ഇതാ അവിടെ വെള്ളമൊക്കെ നനച്ചു കൊടുത്ത് നല്ല ജോറായ പണിയിലാണ് കേട്ടോ. കണ്ണനെ അവിടെ അടിച്ചു വരുന്നുണ്ട്. ഓനറിയാം ഒരു പണി എടുത്തിട്ട് അവിടെ ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ അമ്മ ചീത്ത അറിയുന്നുള്ളത് ഓനറിയട്ടെ. അപ്പോൾ ഓനതൊക്കെ വേഗം ചെയ്യാണ്. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഇതാ അടുക്കളയ്ക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയാക്കാൻ കേട്ടോ. നാളികേരം ഇട്ട് കൊടുത്തു, കുരുമുളക് ഇട്ട് കൊടുത്തു. ഉപ്പേരിയൊക്കെ വെന്ത് ഇനിയിപ്പോൾ അത് ഒഴിച്ച് വയ്ക്കാനുള്ള പാത്രമൊക്കെ ഞാനവിടെ ചൂടാവാൻ അടുപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. എന്നാൽ പിന്നെ ഓരോ നേരത്തേക്കുള്ളതും അങ്ങനെ ഒഴിച്ച് വെക്കാമല്ലോ. എന്നാൽ പിന്നെ ആ പാത്രങ്ങളും കൂടിയും കഴുകി വയ്ക്കാം. അപ്പം ഞാൻ കുട്ടീൻ്റെ മുടിയിലൊന്ന് എണ്ണയൊക്കെ തേച്ച് കൊടുക്കട്ടെ വിചാരിച്ചിട്ടോ. ആഴ്ചയിൽ 1-2 ദിവസം ഞാൻ അവളെ കുളിപ്പിച്ച് കൊടുക്കും കേട്ടോ. ഒറ്റയ്ക്ക് കുളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ശരിയാവില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കണം. ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ കുളിപ്പിച്ച് കൊടുക്കണത്. വീട്ടിലേക്ക് വിരുന്നൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്കും ഇതേപോലെ എണ്ണയൊക്കെ തേച്ച് തരലുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ തേക്കുമ്പോൾ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെടുന്ന തന്നെയല്ല എണ്ണ കുറേ തേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മുഖത്തും കയ്യിലൊക്കെ തേച്ചെടുത്തു, അതൊന്നും ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് എൻ്റെ മേത്തും തേക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട് അടിക്കുക അമ്മ, വടിയെടുത്ത് അടിക്കുക അറിയുന്നുണ്ട്. അപ്പോൾ ഓള് കണ്ടില്ലേ, അപ്പോൾ ഓളടിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ നീ കണ്ണനെ അടിച്ചാലും മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ണനെ ഒന്ന് കൊടുത്തു. അപ്പോൾ തപ്പോട്ടി ചെറുക്കുകയാണ് കേട്ടോ. നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയ്ക്ക് തന്നെ വന്ന് ഉപ്പേരിയൊക്കെ പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചു കേട്ടോ. വൈകുന്നേരത്തേക്കുള്ളതും ഉച്ചത്തേക്കുള്ളതൊക്കെ വേറെ വേറെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാതും കൂടിയും കുത്തി ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വൈകുന്നേരത്തേക്ക് കേടുവന്നാലോ വിചാരിച്ചിട്ട് 2 നേരത്തേക്കും കൂടി ഉള്ളത് 2 പാത്രത്തിലാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അടുക്കളയത്തെ ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാൻ മീൻ നന്നാക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ 1 കിലോ മീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇരുന്ന് നന്നാക്കാൻ തന്നെ വേണം. ഇതിന് നല്ല ചെളുക്കുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഇരിക്കണോടത്ത് ഒരു തുണി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ മണ്ണൊന്നുമില്ല, എന്നാലും ഒരു തുണി ഇട്ടിരിക്കാമെന്ന് വിചാരിച്ചു. കുളിയൊക്കെ കഴിഞ്ഞതല്ലേ. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ കുളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരുപാട് പണിയുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് ആദ്യം തന്നെ അങ്ങോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ ഒരു മീനിൻ്റെ തല ഞാൻ കളയൂല കേട്ടോ. തലേൻ്റെ ഉള്ളിൽ നിന്ന് ആ പൂവ് കൊണ്ട് വലിച്ചെടുക്കും. എന്നിട്ട് അതിൻ്റെ ആ വേസ്റ്റും കളഞ്ഞിട്ട് നന്നാക്കുക ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ആ തല നല്ല മുരിഞ്ഞ് വറുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ തല ഇട്ടിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് കറി വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ അയിലി ഈ മീനൊക്കെ വറുത്തെടുക്കൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ ഏട്ടന് അടുത്ത പണി കിട്ടിയിട്ടുണ്ട്. നന്ദുവിൻ്റെ മുടി വെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ദിവസമല്ലേ, അപ്പോൾ ജഗ പരിപാടിയാണ്. അപ്പോൾ ഏട്ടൻ തന്നെയാണ് ഓൻ്റെ മുടി വെട്ടൽ. ഓന് ബാർബർ ഷോപ്പ് പോയിട്ട് വെട്ടാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ അനിയൻ ഒരു സമയം കൊണ്ടുപോയിരുന്നു. ഒരു ദിവസം കൊണ്ടുപോയപ്പോൾ അങ്ങനെ ഒരു കച്ചറയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ അധികം ഏട്ടൻ തന്നെ ഇവിടെ നിന്ന് വെട്ടും, മെഷീൻ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു ചൂടല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ വേർപ്പൊക്കെ താന്ന് ജലദോഷം പിടിക്കേണ്ട വെച്ചിട്ട് മുടിയൊക്കെ വെട്ടി കൊടുക്കുകയാണ്. ഓൻ അല്ലെങ്കിൽ തന്നെ ചൂട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അനുട്ടി കണ്ടില്ലേ, ഉപ്പുമാവും പപ്പടവും ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണയൊന്ന് പിടിക്കട്ടെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നന്ദുട്ടിൻ്റെ മുടിവെട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്താൽ മതി, ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ ഏട്ടനെ കൊണ്ട് തോറ്റു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് ഏട്ടൻ ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഏതായാലും മീൻ നന്നാക്കലൊക്കെ കഴിയട്ടെ വെച്ചു. അപ്പോൾ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്ന് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചെറിയ ഉള്ളിയും ചുമന്നുള്ളിയൊക്കെ കുത്തിയിട്ട് അങ്ങനെ മസാല തിരുമ്പി വെച്ചിട്ടുണ്ട്. നേരം 12 മണിയായിട്ടോ. അപ്പോഴത്തേനും ഇവിടെ കോഴിക്കോട് പിടിക്കില്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പിന്നെ ഞാനും പോകുന്നു കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും കണ്ണനും ഏട്ടനും കൂടിയാണ് ഇത് പിടിച്ചത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വിചാരിച്ച പോലെയല്ല, തൊട്ട് കുടുങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 3-4 സ്ഥലത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ അവിടേക്ക് എത്തിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓടൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെയൊക്കെ പരിപാടി എനിക്കാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ആ കോഴിക്കാട്ടൊക്കെ കളയണം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഒരോട് മീൻ ഇവിടെ ഓടി വന്ന് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി പണിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരപ്പൊന്ന് കൂടി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഓരോടായി ഇനി 2ാമത് റോഡും കൂടി വെക്കാണ്ട് കേട്ടോ. അപ്പോൾ അതാ താറാവും കൂടും കോഴിക്കൂടും ഒക്കെ ഇവിടുന്ന് പോയപ്പോൾ ഉമ്മർത്ത് ഇഷ്ടം പോലെ സ്ഥലമായിട്ട് തോന്നിയിട്ടോ. കുറേ ആയി ഇത് ഇവിടുന്ന് മാറ്റണം എന്ന് വിചാരിക്കണേ. അപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ ഇതിന് കൂടിയത്, ഏട്ടനിങ്ങനെ തോന്നിയത് എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇനിയിപ്പോൾ ആ ചെടികൾ പോപ്പികളൊക്കെ അവിടെ നിന്ന് പറിച്ചിട്ട് ഈ അരുവിക്ക് കൊണ്ടുവന്നിട്ട് ഇതും കൂടി മുറ്റാക്കി എടുക്കാമെന്ന് പറയാൻ ഏട്ടൻ. എന്നാൽ കുറേ മുറ്റുണ്ടാവും, അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് മുറ്റുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയും കൂടി ആക്കി എടുക്കാമെന്ന് പറഞ്ഞു. എനിക്കിഷ്ടമാണ് കേട്ടോ നല്ലോണം മുറ്റുണ്ടാവണത്. അപ്പോൾ അച്ഛനും മക്കളും ആ പരിപാടിയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നന്ദോട്ടിനെ കുളിപ്പിച്ച് കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ ആ മുടിയൊക്കെ ആകെ ചൊറിയിൽ വിചാരിച്ചിട്ട്
കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും ആ മണ്ണിൽ കളി. ഇനിയിപ്പോൾ ചോറ് കൊടുക്കാൻ നേരത്തൊന്ന് മേലൊഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും അതങ്ങനെ ചെയ്യന്നെ. എല്ലാവരും ഉണ്ടാവുമ്പോഴല്ലേ. എല്ലാവരും ഇല്ലെങ്കിൽ നമുക്ക് അധികം പണി ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ അവിടെ നിന്ന് കയറി വന്നിട്ട് വീണ്ടും അടുത്തോട് മീനും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മണി 1:30 ആവട്ടെ ഇവിടെ ചോറ് വിളമ്പാൻ. അപ്പോൾ ഇന്നിപ്പോൾ ഇനി എപ്പോഴാന്ന് പറഞ്ഞിട്ട് ഏതായാലും 1 മണിയായപ്പോൾ തന്നെ ചോറൊക്കെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കോഴിക്കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ കുറേ വേസ്റ്റുകളുണ്ടായിരുന്നു കത്തിക്കാൻ. അപ്പോൾ അതൊക്കെ കത്തിക്കുകയും ചെയ്തു. അപ്പോൾ ആ കത്തിക്കൽ കഴിഞ്ഞിട്ട് തിരുമ്പാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ സോപ്പും പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മെഷീനിലുള്ളത് തിരുമ്പി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് തോരയിടണം. അപ്പോൾ തുടക്കൽ ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ചോറിനെല്ലാം കൂടിയും കഴിയട്ടെ വിചാരിച്ചു. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ ക്ലിയറാക്കി വന്ന് ഞാൻ ചോറൊക്കെ വിളമ്പിട്ടോ. അപ്പോൾ അച്ഛനും ഏട്ടനും ആദ്യം ചോറ് വിളമ്പി. ഞാനും കുട്ടികളും എല്ലാവരും ഒപ്പം ഇരുന്നിട്ടാണെന്ന് ചോറുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആയി ഇങ്ങനെ ഒപ്പം ഇരുന്ന് ചോറ് കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ 2 തരം ഉപ്പേരി ഉണ്ട്, മീനുണ്ട്, കറിയുണ്ട്, പപ്പടം ഉണ്ട്. പപ്പടം പിന്നെ രാവിലെ കാച്ചിയതാണ്. അപ്പോൾ എന്തിനാ ഇപ്പോൾ 2 തരം ഉപ്പേരി വെച്ചതെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ 2 ദിവസമായി ഇങ്ങനെ പൂതി പിടിച്ച് വെച്ചതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ചോറിനെല്ലാം കഴിഞ്ഞപ്പോൾ 2 മണിയായി. പിന്നെ പാത്രമൊക്കെ കഴുകൽ കഴിഞ്ഞ് ഞാൻ കുടുംബശ്രീ പോയി തുടക്കൽ കഴിഞ്ഞ് പിന്നെ 4 മണിയാവാൻ നേരത്ത് ഒരു കവിലും വെള്ളം വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഓലൊക്കെ ഒന്നുറങ്ങി എണീറ്റിട്ടുണ്ട് അപ്പോഴേക്കും. പിന്നെ ഞാൻ അവലും വെള്ളം കലക്കി. അപ്പോൾ വെള്ള അവിലാണ് കേട്ടോ. വലിയൊരു സുഖം പോരാ ഈ ഒരു വെളുത്ത അവില്. അപ്പോൾ പഴവും നാളികേരവും ഐസും കട്ടയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും പഞ്ചസാരയൊക്കെ ഒഴിച്ച് നല്ലോണം കൊണ്ട് മിക്സാക്കിയിട്ട് അത് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചൂടായതുകൊണ്ട് ആർക്കും ചായ ഒന്നും വേണ്ട കേട്ടോ. ചായയും കടിയൊന്നും ആർക്കും വേണ്ട. വെള്ളമാണ് വേണ്ടത്. ഇല്ലെങ്കിൽ വത്തക്ക വെള്ളം, നാരങ്ങ വെള്ളം, മിക്കവാറും ദിവസങ്ങളിൽ അവലും വെള്ളം തന്നെയാണ് കേട്ടോ. അവലും വെള്ളം കുടിച്ചാൽ നല്ലൊരു തണുപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെയ്യൽ. തോന അവലൊന്നും വേണ്ട, കുറച്ച് അവലിട്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ക്ലാസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുട്ടിച്ചേൻ്റെ കുട്ടിയാണിത്. ഓള് വന്നതാണ് കേട്ടോ കളിക്കാൻ. അപ്പം എന്നാൽ ഞങ്ങൾ ഒപ്പം ഇരുന്നാണ്ട് അവലും വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നന്ദോട്ടൻ എല്ലാവർക്കും ഞാൻ കൊണ്ടു കൊടുത്തോണ്ട് പറഞ്ഞിട്ട് പിന്നെ ഓനാണ് എല്ലാവർക്കും കൊണ്ടു കൊടുക്കണത്. അപ്പോൾ വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ വെള്ള അവിലായിട്ട് മട്ടേൻ്റെ അവിലാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയില്ല. ഈ ഒരു അവിൽ ഞാൻ അരി അരയ്ക്കുമ്പോഴൊക്കെയാണ് ഉപയോഗിക്കലുള്ളത് കേട്ടോ. വെള്ളയപ്പത്തിനും കിണ്ണപ്പത്തിന് അതുപോലെ ദോശയ്ക്കൊക്കെ അരച്ചാൽ നല്ല പതഞ്ഞ് കിട്ടും കേട്ടോ. ചോറിന് പകരം ഇത് ഇട്ടാൽ മതി കേട്ടോ. ഉഴുന്നൊക്കെ കൂട്ടി അരയ്ക്കുകയാണെങ്കിൽ കുറച്ച് ഉഴുന്നിട്ട് കൊടുത്താൽ മതി. ഈ ഒരു അവിൽ കൂട്ടി അരയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ ഏട്ടന് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ 2 ഗ്ലാസ്സൊക്കെ കുടിച്ചു. ഞാനൊരു ഗ്ലാസ് വേണോ വേണ്ടേ വെച്ചിട്ട് അങ്ങനെ കുടിച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ആയില്ലേ. ഇനിയിപ്പോൾ അധികം പണികളൊന്നുമില്ല. രാവിലെ തന്നെ അടുക്കളയത്തെ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ഇനിയിപ്പോൾ ആർക്കെങ്കിലും ചായ വേണമെങ്കിൽ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാപ്പി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നന്ദോട്ടനും അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. അപ്പോൾ ഗ്ലാസ് പൊട്ടിക്കുമോ എന്നൊരു പേടിയായിരുന്നു. ഏതായാലും പൊട്ടിക്കാതെ കുടിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇരുന്ന് ചായയോ വെള്ളമോ ചോറോ ഒക്കെ കഴിക്കുമ്പോൾ നല്ല രസമാണല്ലേ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഒന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ അത് അച്ഛനെ കാണുന്നില്ലല്ലോ. അച്ഛൻ അതിനിടയ്ക്ക് ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ വെട്ടൊന്നും നടക്കണില്ല കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ വീട്ടിൽ ആ ഒരു സ്ഥലത്ത് റോഡ് പണിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അച്ഛൻ ഒരു ദിവസം നിന്നിട്ട് വരട്ടെ പറഞ്ഞാൽ അച്ഛൻ 3:30 ബസ്സിന് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനും കുട്ടികളും ഏട്ടനും തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുതേ. അപ്പോൾ എപ്പോഴും പറയുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്